എല്ലാവർക്കും ബാംഗ്ലൂർ മല്ലുവിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ആരുടെയും സപ്പോർട്ടില്ലാതെ എനിക്ക് ഇതിനകത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്കകത്ത് തീർച്ചയായിട്ടും ഇഷ്ടം പോലെ തെറ്റുകളുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ ഞാൻ അങ്ങനല്ല. ആ പോരായ്മകളെല്ലാം നികത്തിക്കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത്. സോ ബേസിക്കലി നിങ്ങളിത് ഫുള്ള് കാണുക. മൊത്തത്തിൽ കണ്ടതിന് ശേഷം വിലയിരുത്തുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആരുടെയും സപ്പോർട്ടില്ലാതെ എനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നതല്ല. ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയ്ക്കകത്തായാലും എനിക്ക് 47ഓളം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു തുടക്കം മാത്രമാണ്. രണ്ടാമത്തെ വീഡിയോ ആണ്. ഇനി മുന്നോട്ട് ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. നമുക്കിപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിനെ പറ്റിയായിരിക്കും നമ്മൾ കൂടുതലും ചർച്ച ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം, ഈ അടുത്ത് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെ പലരും ക്രിഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറെ മീംസിനകത്ത് ഫേസ്ബുക്ക് പേജസിനകത്തൊക്കെ ഞാൻ പോയപ്പോഴത്തേക്ക് അതിനകത്തൊക്കെ ഇത് സെയിം സാധനം തന്നെ. ഇത് ഭയങ്കര ക്രിഞ്ചാണ്. എന്തുകൊണ്ടാണ് ഈ മൂവി ഇത്രയും ഹൈപ്പ് കിട്ടിയത്? ഇത്രയും 90 കോടിയോളം ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഇത് ഡീഗ്രഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഏത് സിനിമയെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേറൊന്നുമല്ല, ഈ അടുത്തിറങ്ങിയ ഒരു ചിത്രം തന്നെയാണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും പിന്നെ പ്രണവ് മോഹൻലാലും കൂടെ അഭിനയിച്ചൊരു ചിത്രമാണ്. ഞാനിപ്പോൾ പറയുന്നില്ല. സോ ബേസിക്കലി അതിനെപ്പറ്റിയാണ് ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ പല ആൾക്കാരും അങ്ങനെ ക്രിഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഡീഗ്രേഡ് ചെയ്യുന്നതും, പിന്നെ പലർക്കും ഈ സിനിമ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അതൊരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു സിനിമയാകുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അതേമാതിരി തന്നെ എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളും കാണും. എനിക്കും അതേപോലെ തന്നെ ഈ ഒരു സിനിമയെ പറ്റി എൻ്റേതായ അഭിപ്രായങ്ങളുണ്ട്. ഞാൻ അതാണ് ജസ്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്താണ് ഈ പടത്തിന്റെ പ്രശ്നമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ബട്ട് ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ആ ഒരു ഫീൽ ഗുഡ് മൊമെന്റ് എനിക്ക് തന്നെങ്കിലും എന്തൊക്കെയോ എവിടേക്കോ ഒരു ചെറിയ തകരാറുള്ള പോലെ എനിക്ക് എന്തായാലും തോന്നിയിട്ടുണ്ട് ഇതിനകത്ത്. എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ സ്ക്രിപ്റ്റിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിന്റെ ഡയറക്ഷനെ പറ്റി ആൾക്കാർക്ക് വേറെ അഭിപ്രായമാണുള്ളത്. പലരും പറയുന്നത് വെച്ചാൽ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ക്രിഞ്ച് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. വ്യക്തിപരമായിട്ട് എനിക്കും ആ ഒരു അഭിപ്രായമുണ്ട്. ഇതിനകത്ത് ക്രിഞ്ച് ഉണ്ട്. അതേമാതിരി തന്നെ ഇത് ആ ഒരു കാലഘട്ടത്തിൽ എടുത്തതായതുകൊണ്ട് 1970s എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലെ സിനിമയായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. സോ ഈ ഒരു ക്രിഞ്ച് എന്ന് പറയുന്ന ഒരു ഐറ്റം ഇത് ആക്ച്വലി ഡയറക്ടർ ബ്രില്യൻസ് ആണോ അതോ ഡയറക്ടർ മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ക്രിഞ്ച് കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് ആ ഒരു സിനിമയ്ക്ക് ആ ഒരു വാല്യൂ കിട്ടിയതും ആൾക്കാരത് കണ്ടിരുന്നതും. ശരിക്കും പറഞ്ഞാൽ ഡയറക്ടർ എന്താണോ ആഗ്രഹിച്ചത് അത് അദ്ദേഹത്തിനെ കൊണ്ടാണെങ്കിൽ ഈ സിനിമയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകർ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയുള്ളവര് ഈ ക്രിഞ്ച് വന്നു, അത് അവരുടെ ഡയറക്ടർക്ക് പറ്റിയ അബദ്ധമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഒരിക്കലും അങ്ങനെയല്ല. ഡയറക്ടർ അത് ആഗ്രഹിച്ചിട്ട് കൊണ്ടുവന്നൊരു സാധനമാണ്. കാരണം ഇതിനകത്ത് പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. സെൽഫ് ക്രിറ്റിസിസം എന്ന് പറയുന്നൊരു സാധനം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് നെപ്പോ കിഡ്സ് ആണ് ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിന്റെ ഡയറക്ടർ ആയാലും ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സ് ആയാലും എല്ലാവരും നെപ്പോ കിഡ്സ് ആണ്. സോ ബേസിക്കലി ആ നെപ്പോ കിഡ്സ് സ്വയം സെൽഫ് ക്രിറ്റിസിസം നടത്തിക്കൊണ്ടാണ് ഈ സിനിമയ്ക്കകത്ത് കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ അതിനകത്ത് പ്രണവ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പം പുള്ളി ഈ ഈ അഭിനയത്തിനോട് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ ഈ മലകളിലൊക്കെ ചാടിക്കേറി നടക്കുന്ന ഒരു ടൈപ്പ് വ്യക്തിയാണ്. അങ്ങനത്തെ വ്യക്തിയുടെ ആ ഒരു കാര്യം ഇതിനകത്ത് പിന്നെയും ഇതിനകത്ത് ഈ ഒരു സ്റ്റോറിക്കകത്തും ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. സോ അതിനകത്ത് പ്രണവ് അതിനകത്ത് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, "നമ്മളെ കൊണ്ടൊരു സ്റ്റെപ്പ് പോലും കേറാൻ പറ്റുന്നില്ല. ആ സമയത്താണ് ഓരോരുത്തരും മലകളിൽ കയറാൻ പോകുന്നതെന്ന്." സോ അങ്ങനെയുള്ള സെൽഫ് ക്രിറ്റിസിസവും പിന്നെ നെപ്പോട്ടിസത്തിനെ പറ്റി കൂടുതൽ പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ നിവിൻ പോളിക്കൊരു എന്താ പറയുന്നെ സ്വന്തമായിട്ട് കുറച്ച് ഇടയ്ക്ക് വെച്ച് പുള്ളി കുറച്ച് ബൾക്കി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ബോഡി ഷേമിങ് ആൾക്കാർ നല്ലപോലെ ചെയ്തിരുന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പം അതിനെതിരെയായിട്ട് പുള്ളി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് എനിക്ക് ബിരിയാണി സ്ട്രെസ് മാറാനായിട്ട് ബിരിയാണി ഞാൻ കുറെ കൂടുതൽ ബിരിയാണി കഴിച്ചപ്പോൾ കുറച്ച് വണ്ണം വെച്ച് പോയി. അതിന് ഇത് എന്താ പറയുന്നെ ഭയങ്കര എന്ത് സംഭവമായിട്ട് കാണിച്ചുകൊണ്ടുള്ള സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ക്രിഞ്ച് പടം തന്നെയാണ് നമ്മുടെ ഡയറക്ടർ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറയാനായിട്ട് ആക്ച്വലി അതിനകത്ത് ബേസിൽ ജോസഫിനോട് ഒരു സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് ബേസിൽ ജോസഫ് അതിനകത്ത് പറയുന്നുണ്ട്, ഇത് മൊത്തത്തിൽ ക്രിഞ്ചാണല്ലോ. കാരണം ആക്ച്വലി ഇത് റൺ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തില് ഒരു 1970s കാലഘട്ടത്തിൽ 2 സുഹൃത്തുക്കളുടെ സിനിമ ഭ്രാന്തന്മാരായിട്ടുള്ള സിനിമയില് നല്ലൊരു രീതിയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന 2 യുവാക്കളെ പറ്റിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ അവര് കുറച്ചൊരു 40 വർഷത്തിന് ശേഷം പിന്നെയും കണ്ടുമുട്ടുന്നു. അപ്പം അങ്ങനെ അവരുടെ തമ്മിലുള്ള പിന്നെ എങ്ങനെയാണ് അവര് വേറെ സിനിമയിലോട്ട് റീ എൻട്രി അടിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബേസിക്കലി ഇതിനകത്ത് ഇഷ്ടംപോലെ ക്രിഞ്ച് കാണും എന്നുള്ള കാര്യം സ്വാഭാവികമാണ്. അത് ഡയറക്ടറിനും അറിയാം. അപ്പം ആ ഒരു രീതിയിൽ എന്ന് പറയുമ്പോൾ ആ ഒരു 1970സിലുള്ള ആൾക്കാര് ഈ രീതിയിലോട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ക്രിഞ്ച് ഉൾപ്പെടും എന്ന് വ്യക്തമായിട്ട് അവർക്ക് ബോധ്യമുണ്ട്. ആ ഒരു കാര്യം
ആൾക്കാരിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡയലോഗ് അതിനകത്ത് ആ സമയത്ത് എടുത്തിട്ടത്. എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ബേസിൽ ജോസഫ് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, "ഇത് ഭയങ്കര ക്രിഞ്ചാണല്ലോ, കുറച്ച് ചേഞ്ചസ് വരുത്തണമെന്ന്" പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്. ആ ഒരു സംഭവം ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് എന്തായാലും ക്രിഞ്ച് ഇല്ലാതെ ഒരിക്കലും ഈ ഒരു സിനിമ വിജയിക്കത്തില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നോർമലി ഒരു കഥ പറഞ്ഞിട്ട് ഒരു സിനിമ എടുക്കുന്നത് ഭയങ്കര എളുപ്പമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സ്പെഷ്യലി. ബട്ട് ഒരു ബിഹൈൻഡ് ദ സീൻസ്, ഒരു സിനിമയ്ക്കകത്തുള്ളൊരു സിനിമ എന്ന് പറയുന്നൊരു സംഭവം എടുക്കാൻ കുറച്ച് അത്യാവശ്യം പാടാണ്. എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി അത് ഇത്രയും മികവോട് കൂടി അത് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ നമുക്കത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നെക്സ്റ്റ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെ അഭിനയത്തിനെ പറ്റിയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു തകരാറെന്ന് പറഞ്ഞാൽ എവിടെയോ എന്തോ ഒരു തകരാറുള്ള പോലെ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെ അഭിനയമായാലും പിന്നെ ഇതിനകത്ത് ചറപറ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കേട്ടിരിക്കുന്ന കുറച്ച് ഡയലോഗ്സ് ആയാലും അത് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ആ ഒരു പ്രശ്നം തോന്നിയിട്ടുള്ളത്. പിന്നെ അഭിനയം മൊത്തത്തില് ബേസിക്കലി ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. കാരണം ഇവരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ പുതുമുഖ താരങ്ങളാണ്. അവരൊക്കെ ഇനി പഠിച്ചു വരാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. എക്സ്പീരിയൻസ് ആയി വരുമ്പോൾ ചിലപ്പോൾ റെഡിയാവുമായിരിക്കും. ഞാനിതിന് പിന്നെയും പറയും ഈ വാക്കുകളൊക്കെ. എന്നാലും ഞാനതാണ് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ ആ ഒരു പോരായ്മകൾ എന്തായാലും ഉണ്ട്. അവരുടെ അഭിനയമൊന്നും വലുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. നമുക്കറിയാലോ പ്രണവ് മോഹൻലാൽ എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്ക് പറ്റിയൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഐ ഡോണ്ട് നോ, മേ ബി ഇൻ ദ ഫ്യൂച്ചർ ദേ മൈറ്റ് കം വിത്ത് സംതിങ് ബെറ്റർ. ഓക്കെ. അപ്പം ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി ഇപ്പോൾ ഫഹദ് ഫാസിലായാലും മറ്റേ കയ്യെത്തും ദൂരത്ത് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അറിയാമല്ലോ ഏത് രീതിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡയമണ്ട് നെക്ലസിലോട്ട് വന്നപ്പോഴത്തേക്കും ഫുള്ളി മാറി മറിഞ്ഞു ഒരുമാതിരി നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ജെമ്മായിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത് ഇപ്പം. സോ അതേമാതിരി തന്നെ ഇവരിലും എക്സ്പീരിയൻസ് വരുമ്പോഴത്തേക്ക് അതിൻ്റേതായ ചേഞ്ചസ് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആക്ച്വലി ഇതിനകത്ത് പ്രണവ് മോഹൻലാലിന്റെ കാര്യം പറയാനാണെങ്കിൽ അദ്ദേഹം ഒരു സ്വന്തമായിട്ടൊരു നാച്ചുറൽ രീതിയുണ്ട്, ബിഹേവിയർ ഉണ്ട്. അതിനപ്പുറത്തോട്ട് പുള്ളിക്ക് ഒരു അഭിനയം എന്ന് പറയുന്നൊരു കാര്യം ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഒരു സിനിമയ്ക്കകത്ത് ഞാൻ കണ്ടിട്ടില്ല. അത് പുള്ളിയെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ അഭിനയമൊക്കെ പഠിച്ചിട്ട് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അതിനകത്തോട്ട് ആ രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ള ധ്യാൻ ശ്രീനിവാസനാണ്. ധ്യാൻ ശ്രീനിവാസൻ എപ്പോഴും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരേ ലെവലിലുള്ളൊരു ക്യാരക്ടറാണ്. അതിനകത്ത് നിന്ന് മാറി വ്യത്യസ്തമായിട്ടൊരു ഒരു കുറച്ച് വേറൊരു രീതിയിലുള്ളൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ ആക്ച്വലി പൂർണ്ണമായും പുള്ളിയെക്കൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പറയത്തില്ല. ബട്ട് ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ്. പുള്ളിയുടെ ഒരു എക്സ്റ്റെൻറ്റ് വരെ പുള്ളിക്ക് എന്തായാലും പോകാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു എക്സ്റ്റെൻറ്റിനപ്പുറത്തോട്ട് പുള്ളിയായാലും ഫ്യൂച്ചറിൽ പുള്ളിയായാലും ഇത് അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബേസിക്കലി അത് അവര് കുറച്ചും കൂടെ ഒരു എക്സ്പീരിയൻസ് സിനിമയൊക്കെ അഭിനയിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇപ്പം ധ്യാനിന്റെ കാര്യം പറയുവാണെങ്കിൽ പുള്ളി വെറുതെ പോയിട്ട് ചറ പറ എന്നുള്ള സിനിമയിലൊക്കെ അഭിനയിക്കുന്നതാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. അത്യാവശ്യം നല്ല ഡയറക്ടറിന്റെ കീഴിൽ വന്ന് അതേമാതിരി അടിച്ചുറപ്പിച്ച രീതിയിൽ ആക്ടിങ് ചെയ്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് പുള്ളിയെ ആ ഒരു രീതിയിലോട്ട് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് അവരുടെ ആക്ടിംഗ് ബേസിൽ നമുക്ക് പറയാനുള്ളത്. ഇതിന്റെ സ്ക്രിപ്റ്റാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമയെ പിടിച്ചു വച്ചതും ആൾക്കാരിത് കാണാൻ ഇഷ്ടപ്പെടുന്നതും. പിന്നെ എനിക്കറിയാവുന്ന പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്ക് ഐ ഡോണ്ട് നോ അബൌട്ട് 2K കിഡ്സ്. പക്ഷേ ഒരു 90s ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ച മിക്കവാറും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവർക്കെല്ലാവർക്കും ഇതൊരു ഫീൽ ഗുഡ് മൂവി അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. കാരണം നമ്മളൊക്കെ കണ്ടു വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പണ്ടത്തെ മോഹൻലാൽ, ശ്രീനിവാസൻ, ആ ഒരു കോംബോയൊക്കെ നമുക്കിതിനകത്ത് കാണുമ്പോഴത്തേക്ക് നമുക്കത് എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളുടെ ആ ഒരു സെയിം കോംബോ അവര് കൊണ്ടുവരുന്നു. സോ ബേസിക്കലി അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നതെല്ലാം. പിന്നെ അതുകൂടാതെ തന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആഹ്, പണ്ട് ഒരു മറ്റേ മോഹൻലാലും പിന്നെ ശ്രീനിവാസനും കൂടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ സിനിമയുടെ ബിഹൈൻഡ് ദ സ്ക്രീൻസ് കാണിച്ചുകൊണ്ടുള്ളൊരു സിനിമ തന്നെയാണ്. ആഹ്, ആ ഒരു സിനിമ ഓക്കെ. ഉദയനാണ് താരം. ഓക്കെ. സോ ബേസിക്കലി ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമ ഇവര് തമ്മിലുള്ള കോമ്പിനേഷനാണ്. അവരുടെ മക്കൾ അതേ കോമ്പിനേഷനിൽ കേറിയിട്ട് കയ്യേറി പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്കൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ആവേശം വരുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് അതൊക്കെ. അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇഷ്ടപ്പെട്ടു. സിനിമ സ്ക്രിപ്റ്റ് വൈസ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ഇതില് വ്യക്തിപരമായിട്ട് എനിക്ക് വേണ്ടാന്ന് തോന്നിയ 1, 2 സീൻസാണുള്ളത്. അതിനകത്ത് ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ നമ്മുടെ പ്രണവിനോട് ഒരു അപ്പൂപ്പൻ വന്നിട്ടാണെങ്കിൽ ആ 70സ് കാലഘട്ടത്തില് വന്ന് പറയുന്നുണ്ട്. ഒരു ഭാവി പ്രവചിക്കുന്നുണ്ട്. ഓക്കെ. ആ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നമുക്ക് ആ ഒരു ഇന്റർവൽ ടൈമിൽ ആ ഒരു പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് കിട്ടത്തില്ലായിരുന്നു. നമുക്കതൊരു ആക്ച്വലി കുറച്ചുകൂടെ ഒരു ത്രില്ലിംഗ് ആയേനെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവസാനം പ്രണവ് മരിക്കുന്ന പോലത്തെ ഒരു സീൻ കാണിക്കത്തില്ല. അത് ബേസിക്കലി അത് എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. അത് സത്യം പറഞ്ഞാൽ അവിടെ വേണ്ടായിരുന്നു. വേറെ അതിനകത്ത് ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവർക്കും അത് മനസ്സിലായ ഒരു കാര്യമാണ്. ആ ഒരു സംഭവം അവിടെ സത്യം പറഞ്ഞാൽ വേണ്ടായിരുന്നു. അതേ എനിക്കാണ് രണ്ടാമത്തെ ആ ഒരു സീനിനെ പറ്റി പറയാനുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു സീൻ എന്ന് പറയാനാണെങ്കില് പ്രണവ് നമ്മുടെ ധ്യാനിന്റെ വീട്ടിൽ വന്നിട്ട് ആ ഒരു ഇന്റർവെൽ ടൈമിന് അതിന് മുന്നേ ആയിട്ട് ആഹ്, ഇ ധ്യാനിന്റെ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നു. ധ്യാനാണെങ്കില് മോശമായിട്ട് സംസാരിക്കുന്നു. അത് കാരണം പ്രണവ് തിരിച്ചു പോകുന്നു. അങ്ങനെയാണ് അവര് തമ്മില് പിന്നെ കാണാതാവുന്നത് ഇടക്കാലഘട്ടത്തില്. അപ്പം ആ ഒരു സീനിനകത്ത് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു വ്യക്തത വരുത്താമായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്തിനാണ് അങ്ങനത്തെ വഴക്കിട്ടത്? വെറുതെ പ്രത്യേകിച്ച് അതിനകത്തൊരു കാരണമോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. ഇവര് അത്യാവശ്യം നല്ല രീതിയില് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തികൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അത് ആഹ്, കോമൺ സെൻസ് ആണ്. ബേസിക്കലി അങ്ങനൊരു ധ്യാനം അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അതിനകത്ത് എന്തേലും ഒരു സാധനം കേറ്റിക്കൊണ്ട് ഇപ്പം വീട്ടിലെന്തേലും പ്രശ്നമോ അങ്ങനെ എന്തേലും വാട്ടെവർ ഇറ്റ് ഈസ് അങ്ങനൊരു സാധനം കേറ്റിക്കൊണ്ട് അതിനകത്തൊരു കാരണം ഉണ്ടാക്കുമായിരുന്നെങ്കില് അത് കുറച്ചുകൂടി ഒരു ബെറ്റർ ആയേനെ എന്നൊരു അഭിപ്രായമുണ്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സിനിമ എല്ലാം എടുത്ത് കഴിഞ്ഞൊരു സ്ഥിതിക്ക് ഇതൊന്നും പറഞ്ഞിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായമാണ്. അത് അങ്ങനെയും ചെയ്യാമായിരുന്നു. എന്തായാലും എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ എന്തായാലും കാണും സിനിമയെപ്പറ്റി. ബട്ട് ഞാനിവിടെ നിങ്ങളോട് അപേക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത് ഒരു ഫേസ്ബുക്കിലെ ഒരു പ്രമുഖ പേജിനകത്ത് ഞാനൊരു കണ്ട കാഴ്ചയാണ്. സംഭവം വേറെ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സിനിമയെ ഡീമോട്ട് ചെയ്ത് കാണിക്കുന്നതായിട്ട്. സോ അങ്ങനെയുള്ള മീംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു സിനിമയെ ഡീമോട്ട് ചെയ്തുകൊണ്ട് ഒരു സിനിമ അല്ലെങ്കിൽ ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ഒരു വേറൊരു സിനിമയെ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലും വലിയ വൃത്തികെട്ടൊരു കാര്യം വേറെയില്ല. പ്ലീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സ്വന്തമായിട്ട് ഒരു സിനിമ ഇഷ്ടപ്പെടുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളത് സെൽഫായിട്ട് പ്രൊമോട്ട് ചെയ്യുക. എന്ന് പറയുമ്പം ആ സിനിമയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ മീംസ് ഇടുക അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുക. അല്ലാതെ വേറൊരു സിനിമയെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ബാക്കിയുള്ളവരുടെ വിയർപ്പാണ് ആ സിനിമ. സോ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു അപേക്ഷ മാത്രമാണിത്. ദയവുചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു. എല്ലാരും വന്നിട്ട് വീഡിയോ കാണുന്നതല്ലാതെ ആരും ലൈക്ക് അടിക്കുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ബേസിക്കലി ഞാൻ ആഹ്, നമ്മളൊക്കെ എല്ലാരും കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം. സോ ബേസിക്കലി എനിക്കിതിനകത്ത് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും ഗുണം ഉണ്ടാകത്തുള്ളൂ. സോ എൻ്റെ ഒരു അപേക്ഷയാണ് എല്ലാരും കണ്ട് ഇഷ്ടപ്പെടുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ദയവ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് വിടുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നെക്സ്റ്റ് ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഒരു പുതിയൊരു കണ്ടന്റുമായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. ഉടനെ തന്നെ ഞാനിപ്പോൾ ഒരു സിനിമ കാണാൻ പോകുന്നുണ്ട്. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ എന്തായാലും പോകും. അപ്പം ജസ്റ്റ് വെയിറ്റ് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഞാൻ നെക്സ്റ്റ് പറയുന്നതായിരിക്കും. അത് 1-2 ദിവസത്തിനകത്ത് വെച്ച് എന്തായാലും അടുത്ത വീഡിയോ വീഴും. ഓക്കെ. സോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ലൈക്ക് അടിക്കുക. പിന്നെ ഫുൾ സപ്പോർട്ട് തരിക. അപ്പോൾ എല്ലാവർക്കും സുലാൻ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. സൈനിങ് ഔട്ട്.